എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. എയർപോർട്ട് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ലാതെ ജോലി നേടാൻ പറ്റുന്ന വേക്കൻസികളാണ് എല്ലാം തന്നെ. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എന്താണ് അപേക്ഷിക്കാനുള്ള യോഗ്യത, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കുക. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. ₹1 പോലും എക്സ്പെൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ജോലി നേടാം. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഡ്രൈവർ മേഖലയിലേക്കാണ്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പുരുഷന്മാരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. ഇവിടെ കമ്പനി ഏജ് ലിമിറ്റ് കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മികച്ച സാലറി ഉണ്ടായിരിക്കും. മറ്റ് ബെനിഫിറ്റുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ടിക്കറ്റ് ഏജന്റ് പോസ്റ്റിലേക്കാണ്. ഇവിടെ ഏവിയേഷനിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ ആയിരിക്കണം. അയാട്ട സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ MS ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം. ഷിഫ്റ്റ് പാറ്റേണിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു മേഖലയിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ട് യോഗ്യതയായിട്ട് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും പ്രായപരിധി കമ്പനി അറിയിച്ചിട്ടില്ല. മികച്ച സാലറി ഉണ്ടായിരിക്കും, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, മറ്റു ബെനിഫിറ്റുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി വർക്ക് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ്. ഇവിടെ കമ്പനി പറഞ്ഞിട്ടുള്ളത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. അതേപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. മിനിമം 4 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം എന്നതാണ്. ഇവിടെ ഈ ഒരു മേഖലയിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടെ പരിഗണിക്കുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും ഇവിടെ കമ്പനി അത് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഗൾഫ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും തന്നെ ടെക്നിക്കൽ മേഖലയിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നിക്കൽ മേഖലയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. പ്രായപരിധി കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി കൊമേഴ്ഷ്യൽ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ കമ്പനി ചോദിച്ചിട്ടുള്ള ഒരേയൊരു യോഗ്യത സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നതാണ്. തീർച്ചയായിട്ടും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, നിങ്ങൾക്ക് ഈ ഒരു ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ആയിരിക്കും മിക്കവാറും ഈ ഒരു പോസ്റ്റിൽ പരിഗണിക്കുക. അങ്ങനെയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിലായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് തീരുമാനിക്കുക. ഇനി ഈ ഒരു കമ്പനിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ CV സെലക്ഷൻ സെലക്ട് ആവുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒഫീഷ്യൽ ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ കമ്പനി നിങ്ങളെ അറിയിക്കും. ഒരു കാര്യം എടുത്തു പറയട്ടെ, CV സെലക്ഷനിൽ പാസ്സായവരെ മാത്രമേ കമ്പനി കോൺടാക്ട് ചെയ്യുകയുള്ളൂ. CV സെലക്ഷനിൽ പാസ്സാവണമെങ്കിൽ നിങ്ങൾ ATS ഫ്രണ്ട്ലി CV തന്നെ ഇതിലേക്കായിട്ട് അയച്ചു കൊടുക്കണം. എക്സ്പീരിയൻസ് നിർബന്ധമാണ്.